ഈശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് എന്നത് ഒരു ദിനം മാത്രമല്ല, സ്നേഹവും പ്രത്യാശയും മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവിക നിമിഷമാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നാം പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഉണ്ണീശോയും മാതാവും ആട്ടിടയന്മാരും നക്ഷത്രവും ഒക്കെയാണ്. എന്നാൽ സ്വപ്നത്തിൽ കണ്ട ആ സന്ദേശം ഒരു മടിയും കൂടാതെ അനുസരിച്ച ഒരു മനുഷ്യനുണ്ട്. ആ അനുസരണമാണ് ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ ഭംഗി കൂട്ടുന്നത്. ആ രാത്രി ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഭയപ്പെടേണ്ട, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കും. ആ സ്വരം ഒരു മടിയും കൂടാതെ യൗസേപ്പിതാവ് അനുസരിച്ചു. യൗസേപ്പിതാവിന് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടായിരുന്നു, ഭയങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ആ ശബ്ദത്തെ അനുസരിച്ചു. ആ അനുസരണമാണ് ലോകത്തിന്റെ രക്ഷിതാവായ ദൈവത്തിന്റെ ജനനത്തിലേക്ക് വഴിയൊരുക്കുന്നത്. ദൈവം നമ്മോട് പലപ്പോഴും നിശബ്ദതയിൽ സംസാരിക്കുന്നു. ആ സ്വരം കേട്ട് അനുസരിക്കുമ്പോഴാണ് പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത്. ഈ ക്രിസ്മസിൽ യൗസേപ്പിതാവിനെ പോലെ അവിടുത്തെ സ്വരം കേട്ട് അനുസരിക്കുവാനും അവിടുത്തെ പദ്ധതികൾക്കായി നമ്മെ ഒരുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതുതന്നെയാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്.